ഞാൻ ഇതുവരെ ഖുർആൻ വായിക്കാറില്ലായിരുന്നു, ഖുർആൻ പഠിച്ചിട്ടില്ല, എനിക്കതിനോട് താല്പര്യവും വന്നിട്ടില്ല. പക്ഷെ ഒരു വാക്ക്, ഒരു വചനം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഇനി ഖുർആൻ പഠിക്കണം, എനിക്കിനി മാറണം. സൂറത്ത് മുർസലാത്തിലെ 25-ാമത്തെ വചനത്തിലെ കിഫാത്തൻ എന്ന ഒരു പദമാണ്. ഭൂമിയെ കുറിച്ച് പറയാം. അലം നജ്അലിൽ അർദ കിഫാതാ, ഈ ഭൂമിയെ നാം പാകതയുള്ളതാക്കിയില്ലേ? എന്തിന് പാകതയുള്ളത്? അഹ്യാഅൻ വ അംവാതാ, ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും ഉൾക്കൊള്ളാൻ പാകതയുള്ളതാക്കി ഭൂമിയെ. കോടാനക്കോടി ജീവജാലങ്ങൾ, മനുഷ്യർ, ജന്തു മൃഗാദികൾ, പക്ഷികൾ, ഉരകങ്ങൾ, അങ്ങനെയെല്ലാം പ്രാണികൾ, ഒരുപാട് ജീവജാലങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യനെ മാത്രമാണ് യഥാർത്ഥത്തിൽ ബോധപൂർവം 6 അടി മണ്ണിൽ താഴ്ത്തി വെക്കുന്നത്. ബാക്കിയെല്ലാം എങ്ങനെയാ? ഒന്നും വേണ്ട, ഇങ്ങനെ ഖബറടക്കപ്പെട്ടിട്ടുള്ള ഖബർസ്ഥാനിലെ തെങ്ങിലെ ഇളനീരിന് ആരും വേണ്ടെന്ന് പറഞ്ഞില്ല. അതിന് രുചിഭേദമില്ല, വ്യത്യാസം വന്നിട്ടില്ല, അത് കളങ്കമായിട്ടില്ല. മരിച്ചു പോയാൽ അത് സ്വീകരിക്കുവാനും ജീർണിപ്പിച്ചു കളയുവാനും ഭൂമിക്ക് ഒരു കഴിവ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മളിതിൽ നടക്കാൻ പറ്റുമോ നേർക്കുനേരെ?